ആഷിക്കുട്ടൻ്റെ സ്കൂളിൽ ബസന്ത് പഞ്ചമിയായിരുന്നു. അപ്പോൾ അവർക്ക് യെല്ലോ കളർ ഡ്രസ്സ് വേണം. അത് വാങ്ങാനായിട്ട് ഞങ്ങൾ വിശാലിലോട്ട് വന്നതാണ് കേട്ടോ. ഇത് ജെൻസിൻ്റെ സെക്ഷനായിരുന്നു. കിഡ്സിൻ്റെ സെക്ഷൻ അണ്ടർഗ്രൗണ്ടിലായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഈ ഒരു മഞ്ഞ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷേ അവൻ്റെ പപ്പായ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഈ ഒരു വിൻ്റർ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ നമ്മൾ എടുത്തില്ല, കാരണം ഈ വർഷം ആഷിക്കുട്ടന് കുറേ വിൻ്റർ ഡ്രസ്സ് നമ്മൾ വാങ്ങിച്ചായിരുന്നു. ആഷിക്കുട്ടന് ഇവിടെ കുറേ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെ യെല്ലോ ഡ്രസ്സ് കണ്ടാലും ഈ യെല്ലോ ഡ്രസ്സ് മതി എന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ കൊണ്ടുതരുമെന്ന്. ലാസ്റ്റ് നമ്മളൊരു ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് മണ്ടിയിലോട്ട് പോവാണ് കേട്ടോ. ഇവർക്ക് യെല്ലോ കളറിലെ ഫുഡും കൊണ്ടുപോകണമായിരുന്നു. അപ്പം നമ്മൾ എന്തെങ്കിലും യെല്ലോ ഫ്രൂട്ട്സ് വല്ലതും കിട്ടുമെന്നെങ്കിൽ വാങ്ങാമെന്നും വെച്ച് പോയത്. പിന്നെ നമ്മുടെ സബ്ജിയൊക്കെ തീർന്നിരിക്കുവാണ് കേട്ടോ. ഇതിന് മുമ്പ് ഞാനൊരു മണ്ടി വ്ളോഗ് ഇട്ടായിരുന്നു. അപ്പോൾ ആ ഒരു മണ്ടി തന്നെയാണ് കേട്ടോ ഇത്. ഈ ഒരു സാധനം എന്താണെന്ന് മനസ്സിലായി. നമ്മുടെ ഗ്രീൻ പീസ് ആണ് കേട്ടോ. ഇവിടെ മട്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ വിൻ്റർ ടൈമിലാണ് ഇത് കൂടുതലും കിട്ടുന്നത്. ഇത് നമ്മൾ പൊളിച്ചിട്ട് ഇതിനകത്തുനിന്ന് മട്ടർ എടുത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മൾ വാങ്ങാൻ വന്ന സാധനം കിട്ടിയില്ല. നമ്മൾ പൈനാപ്പിൾ വാങ്ങാനായിട്ടായിരുന്നു വന്നത്, പക്ഷേ അത് നമുക്കിവിടെ കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ യെല്ലോ കളറിൽ ആപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സബ്ജി വാങ്ങി പുറത്തിറങ്ങിയപ്പോൾ 2 സർദാർ അങ്കിൾമാർ സാഗ് വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സാഗൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പോയത് ആഷിക്കുട്ടന് തുക്ക വാങ്ങാനായിരുന്നു കേട്ടോ. നമ്മൾ പുറത്തിറങ്ങുമ്പോഴേ ആഷിക്കുട്ടൻ പറയും തുക്ക വേണം, തുക്ക വേണം. പണ്ട് മോമോ വേണമെന്നായിരുന്നു പറയുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ തുക്കയ്ക്കകത്ത് സൂപ്പൊന്നും അവന് വേണ്ട, നൂഡിൽസ് മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.